نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? സെറ്റല്ലേ? പവറല്ലേ? നമ്മളെപ്പോഴും വീഡിയോ തുടങ്ങുന്നതിനും അങ്ങനെ ചോദിക്കും, അടിപൊളിയല്ലേ? സെറ്റല്ലേ? പവറല്ലേ? നമ്മളൊരു ചോദ്യമാണ്. ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ല സഹിച്ചാലേ അല്ലാണ് ഇപ്പം എന്താക്കാനാ? അടിപൊളിയല്ലേ? സെറ്റല്ലേ? പവറല്ലേ ചോദിച്ചിട്ട് നമ്മൾ തുടങ്ങാറുള്ളൂ. ഓക്കെ, റെഡി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അലിഫിന്റെ കുറച്ച് ചോദ്യ പേപ്പറുകൾ ചർച്ച ചെയ്യാൻ പോവാണ്. അലിഫിന്റെ കുറച്ച് ചോദ്യ പേപ്പറുകൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്ന് പറയാൻ പറ്റൂല. നമ്മൾ അലിഫിന്റെ കുറച്ച് ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം, അങ്ങനെ പറയാം. അലിഫിന്റെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ റെഡിയാണോ? ഓക്കെ ആണോ? അങ്ങനെയാണോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ അവിടെ കാണിച്ചു തരാം. ഞാൻ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വരും. ഓക്കെ, റെഡി. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നമ്പറൊക്കെ മാറിയിട്ടുണ്ട്. പഴയടാ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് 19,000 ആൾക്കാരുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ 1 മുതലേ കേട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളൊക്കെ പോയി നമ്മുടെ ആ നമ്പർ വാട്സപ്പ് ബാൻ ചെയ്ത് അപ്പോൾ പുതിയ നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. അടിയിൽ ഇങ്ങനെ പോകുന്നുണ്ടോ? ആ ട്രെയിൻ പോകുന്ന പോലെ ഇങ്ങനെ പോകുന്നുണ്ടോ? അതിലുണ്ട് നമ്മുടെ നമ്പർ. ആ നമ്പർ 544588 ഫാൻസി നമ്പറാണ്. ആ നമ്പറിലൊക്കെ ഒരു ഹായ് അയച്ചാൽ മതി. നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ കിട്ടും. പുതിയ ഗ്രൂപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, LSS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, LSS പ്രിപ്പറേഷനൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. കയറി വാടാ, അടിച്ചു പൊളിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, റെഡി. ഇപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് ഓരോ സമയത്ത് ഓരോ ലക്ഷ്യമാണല്ലോ അല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ അലിഫ് ടാലന്റ് എക്സാമിന് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അല്ലേ നല്ല മാർക്കുകൾ വാങ്ങുക എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം മലയാളത്തിൽ വരുന്ന ചോദ്യങ്ങളൊന്ന് അറബിയിലേക്ക് ആക്കും. അപ്പൊ അറബിയിലേക്ക് ആക്കുമ്പോൾ ചില ആൾക്ക് ഉത്തരം എഴുതാൻ പറ്റൂല. അതാണ് അതിൻ്റെ ഒരു ഇവിടെ നോക്കൂ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അല്ലെ? എന്താണ്? കേരള അല്ലെ? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് എഴുതി കൊടുക്കാം. അത് കെ കേളപ്പനാണെന്ന് എഴുതി കൊടുക്കാം. എന്താ ഒരു ബുദ്ധിമുട്ട് എഴുതുന്നതിന്? ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ? കെ കേളപ്പനാണെന്ന് എഴുതി കൊടുക്കാം. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. സുജൂദും റുക്കുവും ഒന്നും ഇല്ലാത്ത നിസ്കാരം ഏതാണ്? സുജൂദും റുക്കുവും ഒന്നും ഇല്ലാത്ത നിസ്കാരം. സലാത്തു ബിലാ റുകൂഇൻ വലാ സുജൂദ്. സുജൂദ് റുക്കുവും ഒന്നും ഇല്ലാത്ത നിസ്കാരം എന്നൊക്കെ അറിയുന്ന അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? സലാത്തു ജനായിസ അല്ലെ? ജനായിസ നിസ്കാരമാണ് അല്ലെ? അത് നമുക്കറിയാം അല്ലെ? അതില് സുജൂദും റുക്കുവും ഒന്നും ഉണ്ടാവില്ല. ആ നിസ്കാരത്തിൽ ഉണ്ടാവുമോ? മയ്യത്തസ്കാരത്തിൽ ഉണ്ടാവുമോ? മയ്യത്തസ്കാരത്തിൽ ഉണ്ടാവില്ലല്ലോ. ഇല്ല, അത് ഉണ്ടാവില്ല. അപ്പൊ അതാണ് സുജൂദ് റുക്കുവോ ഒന്നും ഇല്ലാത്ത നിസ്കാരം. അപ്പൊ അറബി നോക്കിക്കോളൂ. സലാത്തു ബിലാ റുകൂഇൻ വലാ സുജൂദി അല്ലെ? അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോകാൻ ദേശ സ്പീഡ് കൂടി നമ്മൾ പറയും. കുറേ ചോദ്യങ്ങളുണ്ട് നമുക്ക് പറയാൻ. കുറേ എണ്ണുണ്ട് ഇവിടെ പറയാനോ. ഇത് ഫുള്ള് പറഞ്ഞ് തീരണ്ടേ? തിക്കുണ്ടതി, പിച്ചുണ്ടതി, ഫുട്ടുട്ട്, അങ്ങനെ കേട്ടില്ല? അങ്ങനെ കൊണ്ട് അവലു ഖിബിലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബില ഏതാണ്? അവലു ഖിബിലത്തു മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബില ഏതാണ്? നമുക്ക് എഴുതി കൊടുക്കാം. അത് ഏതാണ്? ബൈത്തുൽ മുഖദ്ദസ് ആണ് അല്ലെ? ബൈത്തുൽ മുഖദ്ദസ് ആണ് എന്ത് ചെയ്യാം? നമുക്ക് എഴുതി കൊടുക്കാം. മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബില എന്ന് പറയുന്നത് എവിടെയാണ് മക്കളെ? പറയും എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസ് ആണ്. എഴുതി കൊടുക്കാം. മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബില അവലു ഖിബിലത്തു മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് ഫി അയ്യ ഖാറ തഖഉ കഅബൽ മുകറമ. നോക്ക്, അവിടെ പരിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? ഫി അയ്യ ഖാറ, ഏത് ഭൂഖണ്ഡത്തിലാണ്? നമുക്ക് എഴുതി കൊടുക്കാം. അത് ഏഷ്യ അല്ലെ? ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ആ ഒരു പരിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. അടുത്ത നേരെ നോക്കാണ്. അഷ്ഹുറു അഖീറ മിൻ തഖ്വീം ഹിജ്രിയ, ഹിജ്റ കലണ്ടറിലെ അഷ്ഹുറു അഖീറ, ഹിജ്റ കലണ്ടറിലെ അഖീറ അല്ലെ? അഖീറ അവസാനം അല്ലെ? ഹിജ്റ കലണ്ടറിലെ അവസാന മാസം എന്ന് പറയുന്നത് ദുൽഹിജ്ജ മാസമാണ്. ദുൽഹിജ്ജ മാസം ഏത് മാസം? മാസം തന്നെ. മാസം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം. ദുൽഹിജ്ജ മാസമാണ് അല്ലെ? ഹജ്ജ് ചെയ്യുന്ന മാസമാണ് അല്ലേ? അങ്ങനല്ലേ? ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏതാ വരാനുള്ളത്? അത് നിങ്ങൾക്ക് അറിയോ? അന്നേരോട് ചോദിച്ചു നോക്കിട്ടോ. ഇത് കഴിഞ്ഞാൽ ഏത് മാസമാണ് വരാനുള്ളത്? അറബി മാസത്തിലെ ആദ്യത്തെ മാസം നിങ്ങൾക്ക് അറിയോ? അവസാനത്തെ മാസം നമ്മൾ പറഞ്ഞു. ആദ്യത്തെ മാസം നിങ്ങൾക്ക് അറിയോ? ഒരു ചോദ്യ ചിഹ്നമായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ ഇട്ടിട്ടെ. ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ ഇട്ടേ. ഓക്കെ, കലണ്ടർ കാണുമ്പോൾ ഇനി അടുത്തത് ദിവസങ്ങളുടെ നേതാവ് സയ്യിദുൽ അയ്യാം. നോക്കുക, സയ്യിദുൽ അയ്യാം നേതാവ്. നേതാവ് നമുക്ക് എങ്ങനെ വരയ്ക്കാം?
അള്ളാ, ഇയാൾക്ക് 4 തലയൊക്കെ പോയി. പോട്ടെ. സയ്യിദുൽ അയ്യാം ആരാണ്? സയ്യിദുൽ അയ്യാം ആരാണ് നോക്കടാ, യൗമുൽ ജുമുഅയാണ്. ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? യൗമുൽ ജുമുഅയാണ്. അത് അങ്ങനെ തന്നെയാ, ദിവസങ്ങളുടെ നേതാവ്. പാവപ്പെട്ടവന്റെ ഹജ്ജ് എന്ന ജുമുഅ ദിവസമാണ്. അതന്നെ. ഓക്കെ, സയ്യിദുൽ അയ്യാം. അടുത്ത് നോക്ക്, മനിൽ മഅറൂഫു ബിൽ ഖലീഫ ഖാമിസ. ആരാണ് ഖാമിസ? ഖലീഫ ഖാമിസ, 5ാമത്തെ ഖലീഫ ആരാണ്? 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കൊടുത്തിട്ടുണ്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഖലീഫ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വേണം. വാളെടുത്ത് പടവെട്ടി വിജയിച്ച കുറെ ആൾക്കാരാണ് ഇസ്ലാമിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, റെഡി. അടുത്തത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. മാ മഅനൽ കലിമ വഹ്ദ. വഹ്ദ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണോ? വഹ്ദ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്നാണ് അർത്ഥം. വാഹിദ അല്ല, വഹ്ദ. അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാ, അഥവേ ഒരു ചോദ്യത്തിനെങ്കിലും ഒരു ഉത്തരം. ആകെ പോകുന്ന 1/2 മണിക്കൂർ ആ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയോ തള്ളലൊക്കെ കേട്ടിട്ട് 1/2 മണിക്കൂർ നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ്. 1/2 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ 1/2 മണിക്കൂർ നിങ്ങൾ നഷ്ടപ്പെട്ട് ഇനി ഇല്ല. 1/2 മണിക്കൂർ കഴിഞ്ഞു, ഇതോടുകൂടി പോയി അല്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാര്യമല്ല. ഇത് കണ്ണടൻ്റെ ഉള്ളിലൊക്കെ എന്തോ പോയിക്കട ചങ്ങായിമാരെ എന്തോ ചെയ്യും തുടച്ചിടുന്ന. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാമായന കലിമത്തുൽ വഹിദ. വഹിദ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ്. ഞാൻ മറന്നു പറഞ്ഞത് യൂണിറ്റ് ആണ്. വഹിദ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ്. അത് കഴിഞ്ഞ് മൻഹുവ അബുൽ ബശർ. ആരാണ് മനുഷ്യ പിതാവ്? അബുൽ ബശർ ആരാണ്? അത് നമുക്ക് എഴുതി കൊടുക്കാം. ഈസി ആയിട്ട് നമുക്കറിയാം അല്ലേ? ആദം നബി അലൈഹിസ്സലാം ആണ്. നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ? ആദം അലൈഹിസ്സലാമാണ് മനുഷ്യന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആദം അലൈഹിസ്സലാം ആണ് അല്ലേ? ആദം നബിയും ഹവ്വാ ബീബിയും കൂടെ സ്വർഗത്തിൽ നിന്ന് എന്തോ ഒരു പഴമൊക്കെ തിന്ന് അല്ലേ ഒരിട്ടപ്പെടുത്തപ്പെടാം. അതാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം അങ്ങനെ പൊന്തിക്കെടുക്കും ഇല്ലേ? അതൊക്കെ ഉണ്ട്. പിന്നെ പറയാം. പോട്ടെ, റെഡി. കുറേ എണ്ണം പറയാണ്ട്. ഫിൽ ഖുർആൻ സൂറത്തു ഫീഹ. എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? ബസ്മലതൈൻ മാഹിയ സൂറ. രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏതാണ്? 2 ബിസ്മിയുള്ള സൂറത്ത്. അതൊക്കെ ചോദിക്കൂട്ടോ. സൂറത്ത് നമ്മുടെ ഖുർആനുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ നമ്മുടെ ഇസ്ലാം ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ GK പൊതുവായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്, അതേപോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടൂറിസം മന്ത്രി ആരാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഇംഗ്ലീഷിലല്ല, അറബിയിലായിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 2 ബിസ്മിയുള്ള സൂറത്ത് എന്ന് പറയുന്നത് ഏതാണ്? സൂറത്തു നംലാണ് അല്ലേ? സൂറത്തു നംലാണ്. അടുത്ത നോക്കൂ, ആസിമത്തു ഇറാഖ്. ഇറാഖിന്റെ തലസ്ഥാനം എന്ന് പറയപ്പെടുന്നത് ബഗ്ദാദാണ്. ഓക്കെ, അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവാണ്. എന്നാലും ജസ്റ്റ് നോക്കി. എനിക്ക് തോന്നുന്നു എപ്പോഴോ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ആസിമത്തു ഇറാഖ്, ഇറാഖിന്റെ തലസ്ഥാനം. അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്, ആരാണ്? ഇതാണ് ഈ ചോദ്യം ശ്രദ്ധിച്ചോ. മൻ അല്ലഫ നശീദത്തുൽ വത്വൻ. ഈ ചോദ്യം അലിഫ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എന്താണ് മൻ അല്ലഫ നശീദത്തുൽ വത്വനെ? ആരാണ് ദേശീയ ഗാനം രചിച്ചത്? ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. ചിലപ്പോൾ അറബിയിൽ ഇങ്ങോട്ട് ചോദ്യം വരുമ്പോഴായിരിക്കും ഇതെന്ത് ചോദ്യമാണ്, ഇത് മനസ്സിലാവുന്നല്ലോ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടായിരിക്കും. അടുത്തലേക്ക് നമ്മൾ പോവാണേ. അടുത്തലേക്ക് സൂറത്തു ബിദൂനിൽ ഹർഫിൽ മീം. മീം ഇല്ലാത്ത സൂറത്ത് സൂറത്തുൽ കൗസർ ആണ് കേട്ടോ. മീം ഇല്ലാത്ത സൂറത്ത് സൂറത്തുൽ കൗസർ ആണ്. 2 ബിസ്മിയുള്ള സൂറത്ത് സൂറത്തു നംലാണ്. മീമില്ലാത്ത സൂറത്ത് സൂറത്തുൽ കൗസർ. ഓക്കെ, റെഡി. അടുത്തത് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിന്റെ പേരെന്താണ്? ആയത്തു ദൈൻ ആണ് കേട്ടോ. ഏറ്റവും വലിയ ആയത്താണ്. ഏറ്റവും വലിയ ആയത്ത് സൂറത്ത് അല്ലെങ്കിൽ ഇതൊന്നല്ല. ഏറ്റവും വലിയ ആയത്തിന്റെ പേര് എന്താണ്? ആയത്തു ദൈനാണ്. ഏറ്റവും വലിയ ആയത്ത്. അല്ലെങ്കിൽ മാ ഇസ്മു അജ്വലു ആയത്തു ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിന്റെ പേര് ആയത്തു ദൈൻ എന്നാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. സയ്യിദ് ഷുഹൂർ. നേരത്തെ നമ്മൾ പറഞ്ഞു ആഴ്ചകളിലുള്ള നേതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ദിവസങ്ങളുടെ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് അത് യൗമുൽ ജുമുഅയാണെങ്കിൽ സയ്യിദ് ഷുഹൂർ എന്നറിയപ്പെടുന്നത് ആരാണ്? റമളാൻ മാസമാണ്. റംസാൻ മാസം നോമ്പ് നോൽക്കാതെ നോമ്പുണ്ടോ നിങ്ങൾ? നോമ്പ് നോൽക്കാതെ കുറെ ചങ്ങായിമാര് നോമ്പ് നോറ്റു എന്ന് പറഞ്ഞ് സ്കൂളിൽ പോകും. സ്കൂളിൽ നിന്ന് ഉച്ചക്ക് എന്തൊക്കെയോ എടുത്ത് തിന്ന് നോമ്പ് മുറിക്കും. അങ്ങനെയല്ലേ? എന്നിട്ട് വീട്ടിൽ പോയിട്ട് പറയും നോമ്പ് എനിക്കുണ്ട്. അങ്ങനല്ലേ?
ഇവിടെ അങ്ങനെയല്ലേ? എനിക്കറിയാം. പോട്ടെ. റമദാൻ മാസം അത് കഴിഞ്ഞാൽ അടുത്തേക്ക് പോവാണ്. ധീരപുത്രൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മൻ യുഅറഫു ഇബ്നു ശുജാ. വലിയൊരു ശുജായ്, നമ്മൾ അറിയല്ലോ, വലിയൊരു ശുജായ്. ധീരപുത്രൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശുജാ, ധീരൻ അല്ലേ? വലിയൊരു ശുജായ് വന്നിക്കൂടെ? അങ്ങനെ കേട്ടില്ല ഞങ്ങൾ? ഓനൊരു ശുജായ് അങ്ങനെ പറയലുണ്ട്. ഓക്കെ, റെഡി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. സ്ത്രീ എന്നതിന്റെ ബഹുവചനം അല്ലേ? സ്ത്രീ എന്നതിന്റെ ജംഅ എന്താണ്? ജമ്മുകൾ നമ്മൾ പഠിച്ചത് ഷജറ, അഷ്ജാർ അല്ലേ? പിന്നെന്തൊക്കെയാണ് 4ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ഷജറൻ്റെത് അഷ്ജാർ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ പഠിച്ചത്? പിന്നെ ഫറാഷ, ഫറാഷാത്ത്, പിന്നെയോ യഅസൂബ്, യഅസിബ്, പിന്നെയോ സഹർ, അസ്ഹാർ അല്ലേ? അങ്ങനെ പറയാ. അങ്ങനെ 4ാം ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ ആ റെഡ് കൊണ്ട് മാർക്ക് ചെയ്ത് അല്ലേ? അങ്ങനെ പഠിച്ചില്ലേ? നമ്മൾ പഠിച്ചില്ല, നല്ല പഠിക്കണ്ടാവും കേട്ടോ. ഓക്കെ, റെഡി. അപ്പൊ നിസ ആണ് കേട്ടോ. മർഅയുടെ ജംഅ എന്താണ്? നിസ ആണ്. സ്ത്രീന്റെ ബഹുവചനം. ഓക്കെ, അടുത്തത് മൻ മഅറൂഫ് ബി സയ്യിദി ശുഹദാ. രക്തസാക്ഷികളുടെ നേതാവ് ആരാണ്? ഹംസ റളിയല്ലാഹു അൻഹു ആണ്. രക്തസാക്ഷികൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്താൽ പോവാണ്. മൻ അവ്വലു റഈസുൽ ജംഹൂരിയത്തിൽ ഹിന്ദിയ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? മൻ അവ്വലു റഈസുൽ ജംഹൂരിയത്തിൽ ഹിന്ദിയ. റഈസു മൻ അവ്വലു റഈസുൽ ജംഹൂരിയത്തിൽ ഹിന്ദിയ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രവീന്ദ്രനാഥ് രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഇതാ അടുത്ത സൂറത്ത് വന്നിട്ടുണ്ട്. അബസ വതവല്ല അല്ലേ? അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. മനിൽ അല്ലേ? മനിൽ അഅമ. സൂറത്ത് അബസയിൽ അഅമ ആരാണ്? ആരാണ്? അത് ജസ്റ്റ് നോക്കി വെക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ആണ് കേട്ടോ. അത് ജസ്റ്റ് നോക്കി വെക്കുക. അതൊന്നും ചോദിക്കാൻ ചാൻസ് കുറവാണ്. ബലദ യുഅറഫു ബി ത്വയ്ബ അല്ലേ? ത്വയ്ബ എന്ന അറിയപ്പെടുന്ന നാട് ഏതാണ്? മദീനയാണ് കേട്ടോ. അടുത്തത് ഫി അയ്യി യൗമിൻ നഹ്തഫിലു ബി യൗമിൽ ഉമ്മഹാത്ത്. മാതൃദിനം എന്നാണ്. മാതൃദിനം നോക്കി വെക്കുക. മെയ് 2ാമത്തെ ഞായറാഴ്ച. യൗമുൽ അഹദു സാനി മിൻ ഷഹരി മായു. ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് കഴിഞ്ഞ് അബുൽ മുതറാദിഫുഹു. അബിന്റെ പര്യായ പദമാണ് വാലിദ് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. മൻഹുവ മുഅദ്ദിനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതായത് മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്ന ആൾ അല്ലേ? നമ്മൾ മുഅദ്ദിൻ മുക്രി എന്നൊക്കെ പറയുന്ന ആളില്ലേ? അത് ആരാണ്? ബിലാലാണ് അല്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. നമുക്ക് അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാങ്ക് കൊടുക്കുന്ന ആൾ മുഅദ്ദിൻ എന്നറിയപ്പെടുന്ന ആരാണ്? ബിലാലാണ്. ഇപ്പോ ഹിജ്റ വർഷമാണ്, അത് നോക്കണ്ട. യെസ്, അത് മുമ്പത്താണ് കേട്ടോ. റെഡി. അടുത്തത് ഇസ്മു ഖൗമു ഹൂദ് അലൈഹിസ്സലാം. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതന്റെ പേരാണ് ആദ് കേട്ടോ. അത് ജസ്റ്റ് നോക്കുക. മാദാ യുഖാലു ലി ഹാദിഹിൽ അലാമ. ഈ അടയാളത്തിന് എന്ത് പേരാ പറയാ? ഇങ്ങനെ കുറെ അടയാളങ്ങളുണ്ട്. ആ അടയാളത്തിൽ, ഈ കാണുന്ന അടയാളത്തിൽ, ഈ ചതുരത്തിൽ നമ്മൾ പറയുന്ന പേരാണ് മുറബ്ബഅ്. ത്രികോണമാണ് വന്നതെങ്കിൽ, ത്രികോണതാ നോക്ക്. ത്രികോണം വരയ്ക്കട്ടെടാ, നല്ലോണം നിൽക്കേ. ത്രികോണമാണ് വന്നതെങ്കിൽ അത് മുസല്ലസാണ്. ഇനി വൃത്തമാണ് വന്നതെങ്കിൽ അത് ദാഇറയാണ്. ഇത് മുറബ്ബഅ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് കേട്ടോ. ഇത് ചതുരം അല്ലേ? അടുത്തത് ഹിജ്റയിൽ നബി മൻ സ്വഹബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഉണ്ടായത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, ഈസിയാണ് അല്ലേ? അടുത്തത് അയദുലു ഉൻസിലു ഇഞ്ചീൽ. ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥം ഏത് ഭാഷയിലാണ്? അപ്പോൾ സിറിയാനിയ എന്ന് പറയുന്ന ഭാഷയിലാണ് എന്ത്? ഇഞ്ചീലുള്ളത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അല്ലെ? മൻഹുവ അസദുല്ലാ. ഇത് ചോദിക്കും. മൻഹുവ അസദുല്ലാ. അള്ളാന്റെ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? അള്ളാന്റെ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. ആരാണ്? അള്ളാന്റെ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. മൻഹുവ അസദുല്ലാ. സിംഹാണോ? ഉണ്ടല്ലോ, പോട്ടെ വിട്ട്.
അള്ളാഹുവിന്റെ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. അത് കഴിഞ്ഞ നേരം നമ്മൾ അടുത്തേക്ക് പോവാണ്. വല്ലിഫു ബദറു ഖിസ്സാബത്ത് അല്ലെ, ഖിസ്സപ്പാട്ട് രചിച്ചത് ആരാണ്? മോയിൻകുട്ടി വൈദ്യർ അല്ലെ, മോയിൻകുട്ടി വൈദ്യർ അല്ലെ, ഖിസ്സപ്പാട്ട് ബദറു ഖിസ്സ അല്ലെ, ഖിസ്സപ്പാട്ട് രചിച്ചത് ആരാണ്? മോയിൻകുട്ടി വൈദ്യരാണ് അല്ലെ. ഇനി അടുത്തത് അബ് ഇബ്നു ഹുവ മലിക വ നബിയാൻ മൻ ഹുവ, പിതാവ് മകൻ അവർ രണ്ടുപേരും രാജാവും നബിമാരുമായിരുന്നു. അവരാരാണ്? ദാവൂദ് വ സുലൈമാൻ അലൈഹിസ്സലാം. ഓക്കേ, റെഡി. അടുത്തത് മൗദൂഉ സഹീഹുൽ ബുഖാരി. സഹീഹുൽ ബുഖാരിയുടെ വിഷയം എന്താണ്? സഹീഹുൽ ബുഖാരി നമ്മൾ ഇങ്ങനെ കേട്ടിട്ടില്ല. സഹീഹുൽ ബുഖാരി അതിന്റെ വിഷയം എന്താ? അതിന്റെ വിഷയം ഹദീസ്. അടുത്തതിൽ നമ്മൾ പോവാണേ. മൂസാ നബിയുടെ ശത്രു ഫിറഔൻ നമുക്കറിയാം, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. കേരള മുഖ്യമന്ത്രിയായ ആദ്യ മുസ്ലിം അല്ലെ, ഏക മുസ്ലിം എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ മുസ്ലിമുൽ വഹീദുല്ലദീ സ്വറ വസീറു അഅ്ലമു മിൻ ഖൈറള, അത് ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ CH മുഹമ്മദ് കോയ കേട്ടോ. റെഡി. അത് കഴിഞ്ഞ് നേരെ അടുത്തതിലേക്ക് പോവാണ്. ഐന തഖഉ ജാമിയ അസ്ഹർ. അൽ അസ്ഹർ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാഹിറയിലാണ്. ഐന തഖഉ ജാമിഅ അസ്ഹർ. ജാമിഅ അസ്ഹർ സ്ഥിതി ചെയ്യുന്നത് കാഹിറയിലാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. മൻഹുവ റഈസുൽ മജ്ലിസു തശ്രീഇ ഫി കേരള ഹാലിയ. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അല്ല കേട്ടോ, അത് പഴയതാണ്, ഇത് തെറ്റാണ്, ഇത് പഴയതാണ്. മൻഹുവ റഈസുൽ മജ്ലിസിൽ തശ്രീഇ ഫി കേരളത്തിൽ ഹാലിയ. നമുക്കറിയാം അല്ലേ, ഷംസീർ നമുക്കറിയുന്നതല്ലേ. റെഡി. യെസ്. ഇനി അടുത്ത ചോദ്യം വരുന്നത് നോക്കൂ. മൻ ഹുവ വസീറു തർബിയതു വ തഅലീം ഹാലിയൻ അല്ലേ, വസീറു തർബിയ വ തഅലീം ഹാലിയൻ അല്ലേ. മൻ, ആരാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി? ഇത് തെറ്റാണ്. ഇപ്പോഴത്തെ നിലവിലുള്ള 2024 വിദ്യാഭ്യാസ മന്ത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ശിവൻകുട്ടിയാണ്, നമുക്കറിയാം അല്ലെ. അതേപോലെ തന്നെ നിയമസഭാ സ്പീക്കർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഷംസീറാണ്, നമുക്കറിയാം. മുഖ്യമന്ത്രി എന്നറിയുന്നത് പിണറായി വിജയനാണ്, ഇതൊക്കെ നമുക്കറിയാം അല്ലെ. അത് കഴിഞ്ഞ നേരം നമ്മൾ അടുത്തേക്ക് പോവാണ്. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് മൻ ബനാ ഖൽഅത്തുൽ ഹംറാ ബിദൽഹി. ആരാണ് ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത്? ഷാജഹാനാണ് അല്ലെ. ഷാജഹാനാണ് ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ആരാണ്? ഷാജഹാനാണ്. അത് കഴിഞ്ഞ നേരം നമ്മൾ അടുത്തേക്ക് പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമ്മറതൻ ഹജ്ജു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചോദ്യമെടാ മക്കളെ, ഈ ചോദ്യം വന്നിട്ടുണ്ട്, എപ്പോഴോ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത്? ഒറ്റ പ്രാവശ്യമാണ് കേട്ടോ, ഒറ്റ പ്രാവശ്യമാണ്. വാഹിജ് അല്ലേ. അടുത്തതിലേക്ക് പോവാണ്. ഇത് നമ്മൾ പറഞ്ഞു അല്ലേ, ദാഇറ. ഈ അടയാളം എന്താണ്? ദാഇറ. ഓക്കെ. അടുത്തത് അഹു ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ അഹിന്റെ പേരെന്താണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ അഹിന്റെ പേരാണ് ഇസ്ഹാഖ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ അഹിന്റെ പേരാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. അത് കഴിഞ്ഞ് വസീറു സിഹ്ഹത്തി ഫി കേരള ഹാലിയൻ. ഇപ്പോഴെത്താണ്ടോ സിഹ്ഹത്തി ഫി കേരള അല്ലെ, സിഹ്ഹത്തി ഫി കേരള ആരോഗ്യമന്ത്രി അല്ലെ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ശൈലജ അല്ലേ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ് അല്ലെ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. ഇനി അടുത്തത് ഐന യഖഉ താജ്മഹൽ. താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അടുത്തത് ഏത് വർഷത്തിലാണ് ബദർ യുദ്ധം നടന്നതെന്നാണ്? ഹിജ്റ 2 അടുത്തത് അറഫ ദിനം എന്നറിയപ്പെടുന്നത് ദുൽഹിജ്ജ 9 അതൊക്കെ നമുക്കറിയാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി വസീറുൽ തർബിയത്ത് അവ്വലു ബിൽ ഹിന്ദിൽ മുസ്തലിഖ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ് അല്ലേ. അടുത്തത് മൻ ഹുവ ദുന്നൂറൈൻ. ദുന്നൂറൈൻ ആരൊക്കെയാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ. ദുന്നൂറൈൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇത് നമുക്കറിയുന്നതാണ്. നേരെ അടുത്തേക്ക് പോവാണ്. ഷഹീദ്. രക്തസാക്ഷി ദിനം എന്നാണ്? രക്തസാക്ഷി ദിനം ജനുവരി 30. ജനുവരി 30 രക്തസാക്ഷി ദിനം എന്നറിയപ്പെടുന്നത്. ജനുവരി 30. അടുത്തതിലേക്ക് നമ്മൾ പോവാണേ. ഫിറൗന്റെ ഭാര്യന്റെ പേരെന്താണ്? ആസിയ. ഫിറൗന്റെ ഭാര്യന്റെ പേരെന്താണ്? ആസിയ. ഇലാ ഐന അവ്വലു ഹിജ്റ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ ഹിജ്റ എവിടേക്കായിരുന്നു? ഇലാ ഐന അവ്വലു ഹിജ്റ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ ഹിജ്റ എങ്ങോട്ടായിരുന്നു? ഇസ്ലാമിന്റെ ആദ്യത്തെ ഹിജ്റ എന്ന് പറയുന്നത് ഹബിശയിലേക്കാണ്. എങ്ങോട്ടാണ്? ഹബിശ. ഹബിശ ഇസ്ലാമിലെ ആദ്യത്തെ ഹിജ്റ ഹബിശ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഉറാബിന്റെ ബഹുവചനം
ആഹിയ സൂറത്ത് തൗഹീദ്, തൗഹീദിന്റെ സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ. ഐന തഖഉ ജാമിയ മലയാളം സർവകലാശാല അല്ലേ, ജാമിയ മലയാളം. ഐന തഖഉ ജാമിഅതു മലയാളം അല്ലേ, ഐന തഖഉ ജാമിഅതു മലയാളം എന്ന് ചോദിക്കാം. മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ്, തിരൂർ അല്ലേ. കേരളത്തിൽ നമ്മുടെ നാട്ടിൽ കോഴിക്കോട്, മലപ്പുറത്തല്ലടാ, മലപ്പുറക്കാരുണ്ടോ? അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് ജനിച്ചത് മക്കയിലാണ് കേട്ടോ. കുറെ ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പഴത്തിന്റെ പേരുള്ള സൂറത്താണ് മാഹിയ സൂറത്തുൽ ലതി ഇസ്മുഹ ഇസ്മു ഫാക്കിഹ, ഒരു പഴത്തിന്റെ പേരുള്ള അല്ലെ. മാഹിയ സൂറത്തുൽ ലതി ഇസ്മുഹ ഇസ്മു ഫാക്കിഹ, ഇസ്മു ഫാക്കിഹ ഒരു പഴത്തിന്റെ ഒരു പഴത്തിന്റെ പേരുള്ള സൂറത്ത് എന്നറിയപ്പെടുന്നത് സൂറത്തു തീൻ, തീൻ 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 അതാണോ? ഇസ്മുൽ മറഅതു വഹീദ മദ്കൂറതു ഫിൽ ഖുർആൻ, ഖുർആനിൽ പറയപ്പെട്ട ഏക സ്ത്രീ. ഇത് ചോദിക്കണം മക്കളെ. ഇസ്മുൽ മർഅത്തുൽ വഹീദത്തുൽ മദ്കൂറ ഫിൽ ഖുർആൻ, ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സ്ത്രീ ആരാണ്? മറിയം. ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സ്ത്രീ എന്ന് പറയുന്നത് മറിയമാണ്. മറിയം ഖുർആനിൽ ആരാ? വീഡിയോ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ ഇടയിലാണോ കോലുമുട്ടായും തിന്ന് വരുന്നത്? എന്താണ് കുട്ടി ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണിപ്പൊയ്കയിൽ കണ്ടില്ല. അങ്ങനെയുണ്ട് പാട്ട്, അങ്ങനെയുണ്ട്. പുതിയ പാട്ട് എന്തെങ്കിലും അറിയോ? പാടാൻ അറിയോ? കോലുമുട്ടായി തരുന്നോ തിന്നാൻ? ഒരു ഒറ്റ 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 സിപ്പ് തരും. റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം മക്കളെ. അർത്ഥം കൂടാതെയുള്ള ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. ഓക്കെ, അത് പോട്ടെ. എന്നാണ് അറബിയ? യൗമുൽ ആലമി ലുഗത്തുൽ അറബിയ. ഇതറിയാണ്ട് ആരും ചോദിക്കാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ ചിലപ്പോ ഒരു മാർക്കെങ്കിലും കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ചോദ്യം ചോദിക്കും. എന്നാണ് അറബി ഭാഷാ ദിനം, അന്താരാഷ്ട്ര യൗമുൽ ആലമി ലുഗത്തുൽ അറബിയ? അത് മറന്നു പോകാൻ പാടില്ലടാ മക്കളെ. ഡിസംബർ 18 കേട്ടോ, ഡിസംബർ 18 ഡിസംബർ 18 അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത്. മൻ യുഅറഫു ബി കോലമുട്ട. തൊണ്ട നനച്ചതാ, ടേസ്റ്റ് ഉണ്ട്, എന്തോ കളറായിരിക്കും. വിദ്യാഭ്യാസ ചക്രവർത്തി അബുൽ കലാം ആസാദാണ്. ഓക്കെ. ത്വായിറുൽ ഹിന്ദിൽ വത്വനി, ദേശീയ പക്ഷി ത്വാവൂസ് ആണ്. നമുക്കറിയാം അല്ലേ, ദേശീയ പക്ഷി ത്വാവൂസ് ആണ്. മയിലിനെ വരച്ചു നോക്കട്ടെ. കോയി പോട്ടെ. അടുത്ത് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ആശംസാ വാചകം ഈദ് മുബാറക്, അതൊക്കെ നമുക്കറിയാം. വിപരീത പദങ്ങൾ ലൈലൻ നഹാർ, ജൂൺ 5. അതായത് ജൂൺ 5 നമ്മൾ ഏത് ദിനമായി ആചരിക്കുന്നു? ജൂൺ 5 ഏത് ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്? ജൂനിയു യൗമുൽ ബി അല്ലെ, പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. യദുൻ എന്നതിന്റെ ബഹുവചനം എന്താണ്? ഐദ് കേട്ടോ. യദുൻ എന്നതിന്റെ ബഹുവചനം ഐദാണ്. രോഗിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. ചെമ്മീൻ അറബിയിലേക്ക് വിവർത്തനം ചെയ്തതൊക്കെ നമുക്കറിയാം. കവികളുടെ നേതാവ് ബുറാഖ് അല്ലെ, നമുക്കറിയുന്നതല്ലേ അല്ലേ. ഇസ്മു മർകബു സാഫിർ അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ, ഇസ്രായിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്തൊരു വണ്ടി ഉണ്ട്. ചിരിക്കടാ. ആ വണ്ടിയുടെ പേരെന്താണ്? ആ വണ്ടിയുടെ പേരാണ് ബുറാഖ്. ബുറാഖ് കേട്ടോ. അത് കഴിഞ്ഞ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൂഷിൻ, എറണാകുളം. കൂഷിൻ കൊച്ചി, എറണാകുളം അല്ലെ. ഓക്കെ, റെഡി. അത് നോക്കണേടാ മക്കളെ, ഇത് നോക്കണേ. കേരള. ഓക്കെ, അത് നോക്കേ, അത് റെഡി. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സ്കൂൾ ലീഡർ എന്നതിന്റെ അർത്ഥം ആരിഫ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ടേ, സ്കൂൾ ലീഡർ അറബ്, സ്കൂൾ ലീഡർ എന്നതിന്റെ അറബി ഏതാണ്? അരീഫ്. അത് കഴിഞ്ഞ് മൻഹു അവ്വലു റഈസുൽ വുസറാ ഫി കേരള, കേരളത്തിലെ ആദ്യത്തെ അവ്വലു റഈസുൽ വുസറാ, ഇപ്പോഴത്തെ റഈസുൽ വുസറാ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കുക റഈസുൽ വുസറാ ഫി കേരള. അതായത് ഇപ്പോഴത്തെ റഈസുൽ വുസറാ ഫി കേരള എന്ന് ചോദിച്ചാൽ നമുക്ക് പിണറായി വിജയന്റെ പേര് എഴുതി കൊടുക്കാം. മൻഹു അവ്വലു റഈസുൽ വുസറാ ഫി കേരള എന്ന് എഴുതി കൊടുത്താൽ ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം EMS നമ്പൂതിരിപ്പാടാണെന്ന് ചെയ്യാം, നമുക്ക് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രം വത്തിക്കാൻ. മാഹിയ അസ്അറു ദൗല ഫിൽ ആലം,
ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രം എന്നറിയപ്പെടുന്നത് ഏതാണ് മക്കളെ? വത്തിക്കാൻ അല്ലേ? നല്ലൊരു പേരല്ലേ വത്തിക്കാൻ. വത്തിക്കാൻ അല്ലേ? കൊച്ചി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. നമുക്ക് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. മാഹു അക്ബർ നെഹ്റു ഫി കേരള. നെഹ്റു അല്ലേ? മാഹു അക്ബർ നെഹ്റു ഫി കേരള. ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് നദിയല്ല കേട്ടോ, നദി എന്നറിയപ്പെടുന്നത് പെരിയാർ. മാഹു അക്ബർ മസ്ജിദ് ഫി ഹിന്ദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി മസ്ജിദ് ജാമിഅ ബി ഡൽഹിയാണ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ ആണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. മൻ ഹുവ അവ്വലു വസീറു തർബിയത്തു തഅലീം ഫി കേരള. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നറിയപ്പെടുന്നത് ജോസഫ് മൊണ്ടശ്ശേരിയാണ്. അതിന്റെ പുതിയ ടൂണാട്ടോ, നിങ്ങൾ ആരും കട്ടെടുക്കാൻ പാടില്ല. ഓക്കെ, റെഡി. അടുത്തലേക്ക് നമ്മൾ പോകണം. എന്തുമാതിരി ചോദ്യ പറയുന്നത് നോക്കണം മക്കളെ. അടുത്ത ചാന്ദ്രദിനം എന്നാണ്? ചാന്ദ്രദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? നോക്കണം മക്കളെ, ജൂലൈ 21-നാണ്. ലൈലത്തുൽ ഖദറിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ധനമന്ത്രിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഭൗമദിനം ചോദിക്കുന്നുണ്ട്. ഇന്ത്യയെ കണ്ടെത്തുക രചയിതാവ്. സമാധാനത്തിന് നോബൽ ലഭിച്ച പാകിസ്ഥാൻ വിദ്യാർത്ഥിനിയാ ദാസ്. ഇത് മലാല യൂസഫ്സായിനെ പറ്റിയൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീൽ. മൻഹിയ ഉല റഈസുൽ ജംഹൂരിയത്തുൽ ഹിന്ദിയ. ആരാണ്? മൻഹിയ. മൻഹുവ അല്ല, മൻഹിയ ഊല റഈസത്തുൽ ജംഹൂരിയത്തുൽ ഹിന്ദിയ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഏത് രാഷ്ട്രപതിയാ? വനിതാ രാഷ്ട്രപതി അല്ലെ? ആദ്യത്തെ രാഷ്ട്രപതി നമ്മൾ ആദ്യം പറഞ്ഞു, അതല്ല, വനിതാ രാഷ്ട്രപതിയാണ് പ്രതിഭാ പാട്ടീൽ. പ്രതിഭാ പാട്ടീലാണ്. അടുത്തത് മൻ റൂഹുൽ അമീൻ. ജിബ്രീൽ അലൈഹിസ്സലാം. ഓക്കെ, PTIയുടെ പൂർണ്ണരൂപമാണ്. കീബോർഡിന്റെ അറബി ഭാഷയുടെ പിതാവാണ്. യാ അല്ലാഹ് എന്ന പുസ്തകം രചിച്ചത് നൈലിന്റെ കവി യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേര്. അറബി സാഹിത്യത്തിന് സുവർണ കാലഘട്ടം. ജവഹർലാൽ. യൗമു മീലാദ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം, ബർത്ത്ഡേ എന്നാണ്. ഓഫ് ചെയ്തു. ബർത്ത്ഡേ എന്നാണ് നമുക്ക് എഴുതി കൊടുക്കുക. യൗമു മീലാദ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ബർത്ത്ഡേ എന്നാണ്? നവംബർ 14-നാണ്. നമുക്ക് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് മദീനയുടെ പഴയ പേര് യസ്രിബാണ്. ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലാണ്. മക്കയുടെ മറ്റു പേര് മക്ക അല്ലെ? മദനി സൂറത്തുകളുടെ എണ്ണം, മദനിയായ സൂറത്തുകളുടെ എണ്ണം സൂറത്തുൽ മദനിയായ സൂറത്തുകളുടെ എണ്ണം 28. അത് എഴുതി കൊടുക്കാം അല്ലെ? അത് കഴിഞ്ഞ് നേരെ നമ്മൾ മൈസൂർ സിംഹം എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താനാണ്. അലിഗഡ് സർവകലാശാല, കലീമുള്ള, മക്ക മലബാർ. മക്കിയ സൂറത്തുകൾ എത്രയാ? 86. സൂറത്തുൽ മക്കിയ 86. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. വളരെ 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 കുറച്ചായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ ഓടിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഞാൻ എന്തൊക്കെയോ തമാശകളും കോപ്രായങ്ങളും കാട്ടിക്കൂട്ടലുകളും കാട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ചെങ്കിലും നിങ്ങളൊന്ന് പിടിച്ചിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം തന്നെ 27 മിനിറ്റ് അല്ലെങ്കിൽ ഈ ഒരു 30 മിനിറ്റ് പിടിച്ചിരുന്ന കുട്ടികൾക്ക് എൻ്റെ വക ബിഗ് സല്യൂട്ട്. ഇത്രയും നേരങ്ങൾ എന്നെ സഹിച്ചില്ലേ? അതെന്നെ വലിയ കാര്യം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനിയും വലുതൊന്നും സഹിക്കാനൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ എന്നെ സഹിച്ചില്ലേ? നിങ്ങൾ വിജയിച്ച്. നിങ്ങൾ ഇപ്പോഴേ വിജയിച്ച്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചോദ്യങ്ങളിൽ നിന്ന് എന്തോ ഒരു നിഗമനം വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 5 ചോദ്യങ്ങളെങ്കിലും ചോദിച്ചിരിക്കും, ഉറപ്പ്. നമ്മളിപ്പോൾ പറഞ്ഞു ഒരു 5 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കൊടുക്കാം. അതൊക്കെ കൊടുക്കുക, അടിപൊളിയാക്കുക. പിന്നെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സ്റ്റാറ്റസ് വെക്കുക. ഇപ്പം തന്നെ സ്റ്റാറ്റസുകളൊക്കെ വെക്കി. എല്ലാവരും വെക്കി, സ്റ്റാറ്റസുകളൊക്കെ വെക്കി. നമ്മുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, അലിഫിൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. സ്റ്റാറ്റസുകളൊക്കെ വെക്കി നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ചർവർ അയച്ചു കൊടുക്കി. പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കാൻ മറന്നു വരുത്. ആ ഞെക്കൽ നിർബന്ധമാണ്. ലൈക്ക് അത് നിർബന്ധമാണ്. പിന്നെ നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം, സ്റ്റാറ്റസ് ഇടണം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണം. അതാണ് അല്ലേ? പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഒന്ന് കയറി വെക്കാം. നമ്മൾ കുറേ അഭിപ്രായങ്ങളൊക്കെ കാണാം. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ, സീ യു, ടാറ്റ.